ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം നമ്മളെ റമളാനൊക്കെ നമ്മളോട് വിട പറയാല്ലേ. ചിലപ്പോൾ നമുക്കൊരു നോമ്പും കൂടി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ പെരുന്നാളായിരിക്കൂലേ. ചൂടും നല്ല വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നോമ്പ് അങ്ങോട്ട് കടന്നു പോയില്ലേ. അപ്പോൾ നാളെ ചിലപ്പോൾ പെരുന്നാളായിരിക്കും. പിന്നെ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? ഇന്നലത്തെ വീഡിയോസിൽ പറയുന്ന കേട്ടു പറഞ്ഞ പറയല് താത്താന്ന്. അപ്പോൾ എന്താന്ന് മക്കളെ എന്നെ പറയാൻ നോമ്പ് തലയിൽ കയറുന്ന തന്നെയായിരിക്കും. എനിക്ക് ഒരട്ടം പറഞ്ഞു എന്താ ഓർമ്മയും കൂടി ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നേരത്ത് ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യലും ഒക്കെ. അപ്പോൾ ഇട്ട തന്നെ പിന്നെ ഇടും, ക്ഷമിക്കണം കേട്ടോ. അതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കണം. പിന്നെ എന്താ നേരത്തെ കമൻറ്റ് ബോക്സിലുണ്ട് ഒരു ഫർദ എന്നുള്ളൂ താത്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ ദാരിദ്ര്യമാണ് എന്ന് പറയും. പിന്നെയും ദാരിദ്ര്യം പായാരം പറയാണ് അറിയാം. അതിൽ കമൻറ്റിൽ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ ഈ ദാരിദ്ര്യം പായാരല്ലാതെ ഒന്നും ഇല്ല മക്കളെ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ വിടാൻ നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത റമളാനാവുമ്പോത്തിന് അങ്ങനെയൊക്കെ വിടാനുള്ള ഭാഗ്യം എനിക്ക് റബ്ബ് തരട്ടെ. അതിനു വേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടിട്ടോ. ഫർദ ഒന്ന് തന്നെ ഉള്ളായിരുന്നു കേട്ടോ, ഏട്ടത്തിന്റെ ഫർദയായിരുന്നു. അപ്പൊ എൻ്റെ അയൽവാസികളൊക്കെ കേൾക്കുന്നുണ്ടാവും ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്നുകാണ്ട് മുന്നിലിരുന്ന് പറയുമ്പോൾ. അപ്പൊ എന്താ ഫർദ ഇട്ടുകാണ്ട് ഞാൻ എപ്പോഴും ആ ഫർദ തന്നെ ഉള്ളായിരുന്നു കേട്ടോ, ഏട്ടത്തി തന്നായിരുന്നു. ആ ഇട്ടുകാണ്ട് ഒരു വെള്ളത്തട്ട് ഇടും. അപ്പം എൻ്റെ മൂത്തച്ചിയും പറയും, അയൽവാസികളൊക്കെ പറയും, പൂവി ആ ഒരു ഫർദ ആ ഒരു വെള്ളത്തട്ടനെ ഒഴിവാക്കാനായില്ലേ ചോദിക്കും. അങ്ങനെ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ആ ഫർദ ഒന്നും വാങ്ങിച്ചിട്ടില്ല, അതിന് വാങ്ങാനുള്ള സാഹചര്യം ഒന്നും ഒത്തു വന്നിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ ഏട്ടത്തി ഒരു ഫർദയൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് അതൊന്നും മൂട്ടിയിട്ടും റെഡിയാക്കിയിട്ടൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് അതിന് ഉത്തരം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ നല്ലൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഈ ആൾ എനിക്ക് ഇന്നലെ വിളിച്ചിരുന്നു. നമ്മളൊക്കെ അറിയപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഒരു യൂട്യൂബറും കൂടിയാണ്. പേര് ഞാൻ വെളിപ്പെടുത്തണില്ല, ഇനിയിപ്പോൾ ഓലെ സമയമൊന്നും ഇല്ലാതെ ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് അയച്ചു തന്നത്. അപ്പം ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാൻ പറഞ്ഞു. ആ ഗ്രാമൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഒന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. അതിൽ വല്ലാതെ ഒന്നും ഇടലില്ല, ഇടാനും സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ നോമ്പൊക്കെ ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്ത്, അപ്പോൾ വാട്സപ്പിലൊക്കെ വന്നു കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഓരൊക്കെമായി വർത്താനം പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രചോദനമൊക്കെ തന്നു കേട്ടോ. ഒക്കെ ശരിയാവുത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ ഇതൊന്നും നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പം ഞാനും കാക്കു തന്നെയാണ് പോയത് കേട്ടോ. എനിക്ക് ഈ സാധനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇതിൽ ഭക്ഷണത്തിൻ്റെ കിറ്റാണ്. അപ്പം ഇന്നലെ വിട്ട സാധനം ഇന്ന് തന്നെ പെട്ടെന്ന് കൊറിയർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണ കിറ്റായിട്ടായിരിക്കും. എന്തായാലും നമുക്ക് പൊളിച്ചു നോക്കുക. അപ്പോൾ ഓരോ വീഡിയോസിൽ ഇത് പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം എന്തായിരിക്കും എന്ന്. ഓരോ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പം ഞാൻ പേരൊന്നും പറയണില്ല. അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ എന്നോട്. എനിക്ക് ആരായിരിക്കും എന്നൊരു ഊഹം വെച്ചിട്ട് അവർ വീഡിയോസൊക്കെ ചെയ്യലുണ്ട്. ഇഷ്ടം പോലെ സബ്സ്ക്രൈബറും വ്യൂസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്തായാലും ഓരോ വീഡിയോസിലും പകർത്തിയിട്ടുണ്ട് ഓര്. അപ്പോൾ അതൊന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഇത്രയും ദൂരമുള്ള ഒരാൾ ഇങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമുണ്ട് എന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എന്നോട് പറഞ്ഞു കേട്ടോ. വീഡിയോസൊന്നും ഞാൻ വല്ലാതെ കാണലൊന്നുമില്ല, എനിക്ക് അതിനൊന്നും ടൈം കിട്ടലില്ല. എന്നാലും കഴിയണ പോലെയൊക്കെ നോക്കലുണ്ട്. പിന്നെ നല്ല പ്രചോദനം തന്നു കേട്ടോ. ഒക്കെ ശരിയാവും, എല്ലാം റെഡിയാവുമെന്ന്. എല്ലാവരും ഇതുപോലെയൊക്കെ അല്ലേ അവസ്ഥയിൽ കൂടെ കടന്നു പോയതല്ലേ അല്ലേ. അപ്പോൾ 6 മക്കളൊക്കെ അല്ലേ എനിക്കറിയാം. അതിൻ്റെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഇനി എത്ര ലോലാണെങ്കിലും അപ്പോൾ ഭക്ഷണത്തിനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊന്നും അറിയാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ഒന്നും തോന്നണ്ടട്ടെത്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ നമ്മളെ അറിഞ്ഞ് ഹെൽപ്പ് ചെയ്തെന്നിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് പരിപ്പാണ് കേട്ടോ. നമ്മളെ പായസപ്പരിപ്പാണ് തോന്നുന്നു. അപ്പോൾ അത് കണ്ടോ, പായസപ്പരിപ്പ്. പിന്നെ സേമിയ ഉണ്ട്. പിന്നെ മുളക് പൊടി ഉണ്ട് കേട്ടോ. മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെന്താ മഞ്ഞപ്പൊടി കേട്ടോ. പിന്നെ ചായപ്പൊടി കേട്ടോ. പിന്നെ ഉപ്പ്. പിന്നെന്താ തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണിൻ്റെ മസാല കേട്ടോ. പിന്നെ നമ്മളെ സോയക്കൂട്ടര് സോയ കേട്ടോ. മക്കളെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ആകെ മാന്തുകയാണ്.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഭക്ഷണ കിറ്റാണ് മക്കളെ പറഞ്ഞു. അപ്പോൾ പിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ടോ, ഞാൻ മാറ്റി നിർത്തി. പിന്നെ അണ്ടി മുന്തിരി ഏലക്ക പട്ട ഗ്രാമ്പു ഒക്കെ കേട്ടോ, പെരുംജീരകം, പിന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്താ റവ ഉണ്ട്. പിന്നെ പഞ്ചസാര കേട്ടോ, പഞ്ചസാര. പിന്നെ അരി, ബിരിയാണീൻ്റെ അരി ഓരോ കിലോനൊന്നുണ്ട്, 2 കിലോ ഉണ്ട്. പിന്നെ ഒരു നെയ്യിൻ്റെ കുപ്പി കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി കയറിപ്പോട്ടെ കേൾക്കുന്നുണ്ടോ ഉണ്ടാകത്തർക്കല്ലേ. അപ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്ന ആൾക്ക് ഒരുപാട് ഇനിയും കൊടുക്കാനുള്ള ആരോഗ്യവും പ്രാപ്തിയും ഒക്കെ കൊടുക്കട്ടെ, സമ്പത്തൊക്കെ കൊടുക്കട്ടെ റബ്ബ്. എന്ത് ഉദ്ദേശം വെച്ച് തന്നതാണോ അത് റബ്ബ് സാധിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ആരാന്ന് കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞ കമൻറ്റ് ചെയ്യോണ്ട്, ഇത് പേര് ഞാൻ പറയണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് യൂട്യൂബിലൊക്കെ. അപ്പോൾ നമ്മളെയൊക്കെ അത് അവർ എന്താ പറയുക, നമ്മളെയൊക്കെ അറിയണുണ്ട് എന്ന് അറിയണോണ്ടേ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം റെഡി ആവട്ടാ, നിങ്ങൾ പേടിച്ചൊന്നും വേണ്ടാക്ക, ധൈര്യമായി മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ പ്രചോദനമൊക്കെ തരുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു തന്നു കേട്ടോ. ഇവിടുന്ന് പാലക്കാട് നിന്ന് കൊറിയറൊക്കെ വിടുക ഭക്ഷണ സാധനം എന്ന് പറയുമ്പോഴേ, അപ്പം നമ്മളെ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നതല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കിറ്റ് കിട്ടി. ഇനി കിറ്റൊന്നല്ല കേട്ടോ, നമ്മൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ, ഞാനും ഷെയ്മോളും മഞ്ചേരിയിൽ പോയിന്ന്. ഷെയ്മോളെ ചെവിയൊക്കെ കാണിച്ചു കേട്ടോ. 6 ദിവസം ഉറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെവിയിൽ. എന്നിട്ട് പിന്നെ അത് ഒന്നിങ്ങോട്ട് ഇതാവട്ടെ, റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചിലവർക്കൊന്നും ഈ ചെപ്പികളൊക്കെ എന്താ അലിഞ്ഞ് പുറത്തേക്ക് പോരാല്ല, എന്താ പറയുക, യന്ത്രത്തിൻ്റെ ഉപയോഗം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ചെറിച്ചുണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഒരു കുറവ് ഓൾക്കുണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ. എന്തായാലും എന്താ കമ്പിയും കുളത്തൊന്നും ഇട്ട് മാന്തണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറ്റിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 സാധനം അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞില്ലേ. നമുക്കൊക്കെ എന്താ വലിയ ആഗ്രഹങ്ങളല്ലേ, എന്നാലും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ നമുക്ക് അർജൻറ്റുള്ള സാധനങ്ങൾ കുറച്ച് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും വരും നമ്മളെ വീട്ടിലേക്കല്ലേ, പായസം കുടിച്ചാനും വെള്ളം കുടിച്ചാനും. ഏത് ഇനിയിപ്പോൾ പാവങ്ങളെ വീടാണെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിൽ ലേസം അല്ലേ ചോറൊക്കെ വെക്കണം. അവർ ഭയങ്കര സന്തോഷം തന്നെ അല്ലേ. അൽഹംദുലില്ലാ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ, എത്ര ദാരിദ്ര്യം പിടിച്ചാലും ഒരു വീട്ടിലും പോകാതെ കൂല. അങ്ങനെയൊക്കെ വീടുകൾ ഉണ്ടാവും കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ തന്നെ നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അങ്ങനെ ചെയ്യണോണ്ട് നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നായാലും കാക്കൂൻ്റെ വീട്ടിൽ നിന്നായാലും ഇവിടുന്ന് ആയാലും നമ്മളെ നാട്ടുകാരൊക്കെ നല്ല ഹെൽപ്പിങ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 4-ാം മാസത്തിൽ പഠിച്ച ഓരോന്ന് കണക്കാക്കി വെക്കുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ടും ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയലുണ്ട് കേട്ടോ. ഞാൻ പറയലുണ്ട് റബ്ബിനോട്, അടുത്ത പ്രാവശ്യം ഇത് തോനെ കിട്ടണേന്ന് ഞാൻ ഒരിക്കലും പഠിച്ചവനോട് ദുആ ചെയ്യലില്ല കേട്ടോ. ഇത് എനിക്ക് ഇങ്ങനെ കിട്ടണേന്നും ദുആ ചെയ്യലില്ല. ഞാൻ എന്താ പറയല് റബ്ബിനോടെന്നോ, അടുത്ത പ്രാവശ്യം എനിക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിയണേന്നാണ് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യൽ കേട്ടോ. എന്നും നമ്മൾ ദാരിദ്ര്യം പിടിച്ചിരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കൂലല്ലോ. ഒരാളെ മുതൽ നമുക്ക് അർഹതയില്ലാത്തൊരു മുതലും വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കൂലല്ലോ അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടുതലൊന്നുമില്ലെങ്കിലും കുറച്ചാളുകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. റബ്ബ് അതിനുള്ള ഭാഗ്യം എനിക്ക് തരട്ടെ. നമ്മളെപ്പോഴും നമ്മളങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടണുണ്ടായിരിക്കണം അടുത്ത പ്രാവശ്യം ഇതിലേറെ കിട്ടണേ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ അതാണ്, അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് കിട്ടാതെ അങ്ങോട്ട് കൊടുക്കാനുള്ള ഭാഗ്യം, അതിനുള്ള സമ്പത്ത് എനിക്ക് റബ്ബ് ആരോഗ്യം ഞങ്ങൾക്ക് തരട്ടെ എന്നാണ്. അപ്പോൾ അതിന് കടങ്ങളൊക്കെ വീടട്ടെ. എല്ലാവരും ദുആ ചെയ്യേണ്ടി, നിങ്ങളൊക്കെ ദുആ ചെയ്യലുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം എന്താ പറഞ്ഞു വന്നത്, പായസമൊക്കെ കൊടുക്കാനേ. അപ്പം ക്ലാസ് ഒന്നുമില്ല കേട്ടോ, എല്ലാ കാര്യം തുറന്ന് പറയണേന് പത്തുവിന് ഒരു മടിയില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ല. ദാരിദ്ര്യം പട്ടിണിയും പ്രാരാഗം പിന്നെ പായാരം പറച്ചിലാണ് എനിക്കിഷ്ടം തന്നെയല്ല ഈ ചാനൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ടാത്തവർ കാണണ്ട, എനിക്ക് തന്നെ ഉള്ളു വിടാൻ, പട്ടിണിയും ദാരിദ്ര്യവും അല്ലാതെ വേറൊന്നും വിടാനില്ല. നല്ല രീതിയിൽ വിടാനേ ആഗ്രഹമുണ്ട്. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് അതുപോലെയൊക്കെ വിടാൻ പഠിച്ച ഭാഗ്യം തരട്ടെ. അപ്പം എന്താ നമ്മളെ ഇതില്ലേ
ഭക്ഷണം കഴിക്കുന്ന ടേബിള് ഒക്കെ വരച്ച് കുത്തി ഒക്കെ കേട് നിൽക്കണം കേട്ടോ, ഒക്കെ കീറി മാറാപ്പായിക്കണം. ഇപ്പോൾ ഒരു മനുഷ്യൻ വന്നാൽ ആ ടേബിളിന്മേൽ ഒരു നല്ലൊരു ഷീറ്റ് ഇടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് വാങ്ങിച്ചു കേട്ടോ, ടേബിളിന്മേൽ ഇടാൻ എങ്ങനെയുണ്ട് മീറ്റർ, ഒരു 2 മീറ്റർ ഷീറ്റ് വാങ്ങിച്ചു കേട്ടോ. എന്ത് വാങ്ങിച്ചാലും നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഗിഫ്റ്റ് കിട്ടിയാവുന്നല്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് കേട്ടോ. അല്ലെങ്കിൽ ടേബിൾമേലൊക്കെ വെള്ളം പാർന്നുകൊണ്ട് ആകെ വൃത്തികേടാവും. ടേബിൾ കുറേ മുന്നിൻ്റെ അമ്മോൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ, ചെറിയ അമ്മോന് വാങ്ങിച്ചതായിരുന്നു. പിന്നെന്താ അത്യാവശ്യമായിട്ട് ക്ലാസ്സുകളിലെ ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ മക്കളെ. ആ കത്തി എടുത്ത് കൊണ്ടുപോയി പെണ്ണെ, കത്തി കൊണ്ടുപോയോ? കത്തി എവിടെ? അത് മതി. മക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മക്കളെ ഉൾപ്പെടുത്തിയാൽ ക്യാമറ ഓഫ് ആവും, അല്ലെങ്കിൽ ഓല് അങ്ങോട്ട് ഇങ്ങോട്ട് മാന്തല് പിടിച്ചല് ഇതൊക്കെ എല്ലാവരും പരിയിലും ഇല്ല തന്നെ അല്ലേ. അപ്പം ഇതാക്കണം കേട്ടോ, ക്ലാസ് വാങ്ങി ഞാൻ. ഒരു മനുഷ്യൻ വന്നാൽ നമുക്ക് ഒരു ക്ലാസ്സിൽ വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് സത്യം കേട്ടോ ഞാൻ പറയാം, ക്ലാസ്സില്ല. അത് അറിഞ്ഞുകാണ്ട് അത് വാങ്ങണം കേട്ടോ റിഷയെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കൂലേ അത്. അപ്പം അതൊന്നും ഞാൻ വിളിച്ചു പറയണമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ക്ലാസ് കേട്ടോ. ഇതാക്കണ് 6 ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ, അല്ലെങ്കിൽ എനിക്കിത് പൂത്തിയാക്കാല്ലേ. ഞാനൊന്നും പൂത്തിയാക്കലില്ല കേട്ടോ, അങ്ങനെ പൂത്തി വെക്കണ സ്വഭാവം തന്നെ ഇല്ല എനിക്ക്. അത് ഇനിയിപ്പോൾ വേറെ കമൻറ്റ് വരികയാണെങ്കിൽ വന്നോട്ടെ, എന്തെങ്കിലും ഒരു ക്ലാസ് വാങ്ങി പാത്രം വാങ്ങി, ഇതൊക്കെ നമ്മളെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനം. ഇനിയിപ്പോൾ പെരുന്നാളെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ വെള്ളം കൊടുക്കാനും പായസം കൊടുക്കാനും എൻ്റെ അടുത്ത് ക്ലാസ് ഇല്ല. എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല, കുഞ്ഞാമ്മ തന്നിരുന്നു കുറച്ച് ക്ലാസ്, അത് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്കൊരു അയൽവാസി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ലെസൺ ക്ലാസ് തന്നിരുന്നു. 10 ഉറുപ്പിയുള്ള ക്ലാസ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല, 10 ക്ലാസ് ഇവിടെ കൊടുത്തിട്ടാൽ അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. സ്റ്റീൽ ക്ലാസ് കൊടുക്കും മക്കൾക്ക്, എന്നാലും കുഞ്ഞു കുട്ടികളല്ലേ എത്ര വെച്ചിട്ടാ ഓലോട് പറയണു, ഓല് പിന്നെ എടുത്തുകൊണ്ട് ആ പണിയാക്കും കേട്ടോ. ഇത് ഞാൻ ഈ പാത്തക്കും കേട്ടോ, സ്വർണം പോലെ പാത്തക്കും. അപ്പോൾ 6 ക്ലാസ് കേട്ടോ, 6 ക്ലാസ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു മനുഷ്യന് ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ നമുക്ക് എന്തേലൊക്കെ ഒന്ന് വെച്ചോ, ഈ ആണുങ്ങളൊക്കെ കയറി വരുമ്പോ നമ്മൾ ആ ചപ്പ കുപ്പ ക്ലാസ് കൊടുക്കുമ്പോഴേ അപ്പൊ ഇതെല്ലാരും നമ്മളെ വീട്ടിലെ അമ്മമാര് ഒരുപാട് ഇഷ്ടമായിരിക്കൂലേ ഇങ്ങനെ ക്ലാസ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും വീക്ക്നെസ്, എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവൂലേ. എനിക്കും ഇഷ്ടമാട്ടോ അങ്ങനെ പാത്രങ്ങളും ക്ലാസ്സുകളൊക്കെ വാങ്ങി വെക്കാൻ. അതിനൊന്നും സാഹചര്യങ്ങളില്ല. എന്താ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. പിന്നെന്താ വാങ്ങിയത്, പിന്നെ ഒരു 6 പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഒരു 6 പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ഇല്ല എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. അതിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പ്ലേറ്റ് മാത്രം കേട്ടോ, അതിലേക്ക് കാസിയും കൂച്ചൊന്നുമില്ല, പ്ലേറ്റ് മാത്രം. എന്തായാലും ആ ഷീറ്റ് വിരിച്ച് ആ ഗ്ലാസ്സിൽ പായസം വെള്ളമൊക്കെ എടുത്ത് പിന്നെ ഈ പ്ലേറ്റിൽ ചോറൊക്കെ തിന്നണ വീഡിയോ ഞങ്ങൾക്ക് വിട്ടുതരുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാട്ടോ അതൊക്കെ വാങ്ങിക്കാനും ഇതിനൊക്കെ കഴിയണത്. പൊട്ടണതാട്ടോ. ഇങ്ങനത്തെ 6 കേട്ടോ. പിന്നെ എത്ര 65 70 തോന്നുന്നു കേട്ടോ ഇതിന് ഒന്നിന്. അപ്പം ഇങ്ങനത്തെ 6 കേട്ടോ, പൊട്ടണതാണ്. അപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കൂലല്ലോ, അപ്പം എല്ലാ പെരയിലൊന്നും സ്റ്റീലിൻ്റെ ഒന്നും അങ്ങനെ ആണുങ്ങൾക്കൊന്നും വെച്ചു കൊടുക്കൂലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. ഇനി ഒരു 10 നമ്മളെ ചായ കുടിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ വാങ്ങണം കേട്ടോ ഇൻഷാ അല്ലാഹ്, അതും വാങ്ങും. അപ്പോൾ ഓരോരുത്തരുടെ നിയത്ത് മുറാദുകളൊക്കെ റബ്ബ് സാധിച്ചു കൊടുക്കട്ടെ റബ്ബ്, ആമീൻ. അപ്പോൾ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഒന്നിപ്പോൾ ലാസ്റ്റ് നോൽമ്പാണല്ലേ, ചിലപ്പോൾ ഒന്ന് ലാസ്റ്റ് നോമ്പ് വരാം അല്ലെങ്കിൽ നാളെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി ദാരിദ്ര്യം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി വന്ന് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് പറയണ്ട. ഇന്നിപ്പോൾ നല്ല രീതിയിലാണ് ചെയ്തത്. അപ്പം ഇനി ഇങ്ങനെ വരട്ടോ അവർക്ക് കമൻറ്റ്. ഒരു പാത്രം വാങ്ങി ക്ലാസ് വാങ്ങി റബ്ബിലേലമീനെ പഠിച്ചവനെ തമ്പുരാനെ അതൊന്നും കമൻറ്റ് ചെയ്യലിട്ടോ. നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണിത്. എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, 4 മനുഷ്യന്മാർ വന്നാൽ ലേസം വെള്ളം ചായയൊക്കെ കൊടുക്കാൻ നമുക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, എനിക്ക് പേഴ്സണലായും വിളിക്കലുണ്ട്, വാട്സപ്പ് ചെയ്യലുണ്ട്. ഒരുപാട് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ തന്നെ എഴുതലുണ്ട് കേട്ടോ. കഴിയുന്നവരും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുത്തോളി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമുക്ക് മാത്രം കിട്ടിയാതൊന്നും പോരല്ലോ. നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലോണ്ടാണ് ഇതിൻ്റെ തുറന്ന ജീവിതങ്ങളൊക്കെ കാണുന്നില്ലേ. നമുക്ക് പഠിച്ചോ 4-ാം മാസത്തിൽ ഒരാളെ കണ്ടുകാണ്ടല്ല റബ്ബ് ഒരാളെ പഠിക്കുന്നത്. പക്ഷേ ഇതാണ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യങ്ങളൊക്കെയാണ് എൻ്റെ കൂടെ സപ്പോർട്ടിന് നിന്നതെന്ന്
യൂട്യൂബില്ലോണ്ട് അത് തുറന്ന ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാണാതെ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചു കണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയണോലും സഹായിച്ചു കൊടുക്കിട്ടോ. അപ്പം എത്രയൊക്കെ ഉള്ളു വീഡിയോ. ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് മൈലാഞ്ചി അരക്കുന്നുണ്ട് കേട്ടോ. മൈലാഞ്ചി നാത്തുമ്മലൊക്കെ ഇടണ്ടേ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് തരണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും ദുആ ചെയ്യോണ്ടി. അടുത്ത പ്രാവശ്യം എനിക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങളിൽ ഒരാളുകൾക്കൊക്കെ എനിക്കും അങ്ങോട്ട് കൊടുക്കാൻ, അതുപോലെ ഇത് ഇവിടെയൊക്കെ ഉണ്ടാവും കഴിയണ പോലെ കൊടുക്കാൻ. എന്താ വെച്ചാൽ കമൻറ്റ് കണ്ടുട്ടോ ഞാൻ, എനിക്ക് ഭയങ്കര സങ്കടമായി. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ മക്കളെ. അതിലിപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഭർത്താവില്ലേ, ഭർത്താവിന് എന്താ പണി? ഭർത്താവിന് പണി ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കഴിവില്ലാത്തവനെ സഹായിക്കുക, സക്കാത്ത് കൊടുക്കുക. അതാണ് ഞാൻ പഠിച്ചത് കേട്ടോ ഇസ്ലാമിൽ. അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരോണ്ടിട്ടോ. പാവപ്പെട്ടവനെ സഹായിക്കുക. അതിലിപ്പോൾ ഭർത്താവുണ്ടോ ഭാര്യ ഉണ്ടോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു യത്തീമായ കുട്ടിയാണ് കേട്ടോ, ബാപ്പല്ല എനിക്ക്. അപ്പം എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നും ഒരു നിവർത്തിയില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണേ, എനിക്കതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടണേ. പിന്നെ കഴിയണവർ സഹായിച്ച് ഹെൽപ്പ് ചെയ്തും തരുന്നേ. അൽഹംദുലില്ലാ അതൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കും, എൻ്റെ മനസ്സും കാര്യങ്ങളൊക്കെ. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കഴിയൂലേ, നമ്മളടുത്തുണ്ടോ അത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ കൊടുക്കും. അവർക്ക് ഭർത്താവുണ്ടോ ഭാര്യ ഉണ്ടോ അതൊന്നും നോക്കൂല. അത് കമൻറ്റ് കണ്ടു കേട്ടോ ഞാൻ. ഭർത്താവ് മരിക്കാൻ വരെ കാത്തുക്കണം പൊന്നു മക്കളെ. ഭർത്താവ് ഒരു കുറച്ച് മുന്നേ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഡിലീറ്റ് ചെയ്തു. എനിക്ക് തുറന്ന് പറയാൻ എന്താ വെച്ചാൽ ഒരു മനസ്സിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ അതൊരു വേറെ യൂട്യൂബറുമാണ്. നമ്മളെ വീഡിയോസിൽ അങ്ങനത്തെ ഒന്നും അവരെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓല ആരാ എന്താണ് ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. പിന്നെ എന്താ അത് പറയാൻ കാരണം, ഇതേമാരെ കമൻറ്റ് വന്നിരുന്നു, അവർക്ക് ഭർത്താവില്ല, അവരെ സഹായിച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവരെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണമെന്ന്. ഭർത്താവ് മരിക്കോളം കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കഴിയുമെങ്കിൽ കഴിയണവരെ സഹായിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരുത്താക്കട്ടെ റബ്ബുലേ. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ആ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാട്ടോ. സ്കിപ്പ് അടിച്ചാതെ കാണലുണ്ട്. എനിക്കറിയാം, ഞാനും അവരൊക്കെ ഒരേ തോണിയിൽ ഒരേ ദിശയിലേക്ക് തുഴയുന്ന വ്യക്തികളാണ്. ആ കുട്ടീൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് ഞാൻ കേട്ടോ. പിന്നെ അങ്ങനത്തെ കമൻ്റ് ഉണ്ട് യാതൊരു ആവശ്യമില്ല. ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്തു. കാരണം അവരെ വ്യക്തിൻ്റെ പേര് പറയുന്നുണ്ട്, അവരെ ചാനലിൻ്റെ പേരും പറയുന്നുണ്ട്. അതൊന്നും നമ്മളെ കാര്യങ്ങളല്ലല്ലോ, നമ്മളെ വീഡിയോസിൽ പെടുത്തേണ്ട അനാവശ്യ കാര്യങ്ങൾ. അത് അവരുടെ ആലയമാലയായി അങ്ങനെ ആയില്ലേ. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ അങ്ങനെ വിളിച്ച് പറയണ്ടല്ലോ. അപ്പം ഞാൻ ആ വ്യക്തിനെ പറയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അവരെ പറഞ്ഞു അവർ വീഡിയോസ് കാണുന്നുണ്ടാവും. കാരണം ഋഷയെന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആളായിരിക്കും. ഋഷയാണ് എന്നെ നന്നായിട്ട് കാണുന്ന ആളായിരിക്കും. ഞങ്ങൾക്കിത് വാങ്ങാൻ അർഹതല്ല എന്നൊക്കെ പറയുമ്പോഴേ അതൊന്നും ഒരിക്കലും അങ്ങനെ ഒരാളെ നമ്മൾ ശരിക്കും കാണാതെ ആക്ഷേപിച്ച് ഒരിക്കലും പറയരുത് കേട്ടോ. എനിക്ക് ആ കുട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ടൊക്കെ കഴിയണ പോലെ ഹെൽപ്പ് ചെയ്യുക. അടുത്ത കൊല്ലം കഴിയട്ടെ. അപ്പോൾ ഭർത്താവ് മരിക്കാനൊന്നും കാത്തു നിൽക്കണ്ട കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ പാവങ്ങളാണെങ്കിൽ സഹായിച്ചോളൂ. അതിനുള്ള റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് റബ്ബ് നന്നായിട്ട് തരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും.